Thanks. ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, സോറി. അപ്പോ ഞങ്ങൾക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ സിംപ്ലിഫൈ യുവർ ലൈഫ് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓസിൻ സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ പാർട്ട് 2 ആണ് ഇന്ന് നമുക്ക് സെഷൻ വരുന്നത്. അപ്പം ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓസിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. ഹലോ, ഗുഡ് മോർണിംഗ്. സോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഞാൻ ദുബായിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ ടൈം അറിയാലോ, ക്ലോക്ക് ബാക്കിൽ കണ്ട് അറിയാൻ പറ്റും, 4:30 ആയിട്ടുള്ളൂ. അത് മാത്രമല്ല, ശബ്ദം ക്ലിയർ അല്ലേ? ശബ്ദം അടഞ്ഞിട്ടുണ്ട്, എന്നാലും കേൾക്കുന്നില്ലേ? ഓക്കെ. സിംപ്ലിഫൈ യുവർ ലൈഫ് എന്ന് പറഞ്ഞ ടോപ്പിക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പം താമസിക്കുന്നത് തന്നെ ഒരു ഹോസ്റ്റലിലാണ്. ഞാൻ ലാസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് സൺഡേ മുതൽ ഇവിടെ ഉണ്ട്. അപ്പം ഇനീഷ്യൽ 2 days ഇറ്റ് ഈസ് ഇൻ ഹോട്ടൽ. ഇവിടുത്തെ ഹോട്ടൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വലിയൊരു പ്രോഗ്രാം നടക്കാണ്, ഫുഡ് ഫെസ്റ്റ് നടക്കാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലേ. ഇറ്റ് വാസ് അമേസിങ്. ലൈക്ക് ലോകത്തുള്ള മിക്കവാറും എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഫുഡ് എക്സിബിഷൻ ആണ്. ഓരോ രാജ്യത്തിന്റെ ഫുഡും ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ട് വമ്പൻ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ. അപ്പൊ ആളുകൾ ഇങ്ങനെ ഒഴുകാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നാട്ടിൽ നിന്നിട്ട് കാണുമ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും അധികം മനുഷ്യര് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഹോട്ടൽസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാനിവിടെ ഫസ്റ്റ് ഡേ ഹോട്ടൽ ബുക്ക് ചെയ്തിപ്പോ ഇറ്റ് വാസ് ഓൺ 5,000 ഓൺലി കാണിച്ചു. അതായത് booking.com ഒരു ഓഫർ ആയിരുന്നു. നെക്സ്റ്റ് ഡേ വന്നപ്പോൾ ഇറ്റ്സ് 20,000. നമ്മുടെ നാട്ടിലെ റുപ്പീസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഒരു ദിവസത്തേക്ക്. പിന്നെ ദിവസം നോക്കിയപ്പോ 25,000-27,000 ആയി. ഞാൻ 2 ദിവസം ബുക്ക് ചെയ്ത് വന്നേ. പിന്നെ എനിക്ക് മനസ്സിലായി നോ നീഡ് ടു സ്പെൻഡ് മച്ച് മോർ. അപ്പൊ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ സോറി, ഇവിടെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി കണ്ടിട്ടു. ആ ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ ഇരിക്കുന്നത്. ഈ ഹോസ്റ്റൽ ഫെസിലിറ്റി പ്രത്യേകത അറിയാലോ, ഒരു റൂമിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും, ഒരു 4 പേരൊക്കെ ഉണ്ടാവും. പക്ഷെ ക്യാബിനൊക്കെ തിരിച്ചിട്ടാണ്. പിന്നെ ഇതെല്ലാം വർക്കിംഗ് സ്പേസ് എല്ലാം കോമൺ ആണ്. അപ്പോ ഞാൻ ഒരുപാട് ഉറക്കെ സംസാരിച്ച് ഇവിടെ കുറെ റൂമുകളിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ സ്റ്റിൽ കുഴപ്പമില്ല. അപ്പൊ നമ്മള് സിംപ്ലിസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. സിംപ്ലിസിറ്റി എല്ലാവർക്കും കേട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തോ? അന്ന് ക്ലാസ് കേട്ടിട്ട് അറ്റ്ലീസ്റ്റ് മുഫീദ് ഓർത്തിരിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും സിംപ്ലിസിറ്റിക്ക് ഓർത്തോ അതോ മറന്നോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഇതൊക്കെ സൗണ്ട് വർക്ക് ചെയ്യണോട്ടെ. മണി സാർ ഇതേ ഓർക്കുന്നുണ്ടോ? സാറ് പിന്നെ കുറെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എനിവൺ എൽസ്? ഓർക്കുന്നുണ്ട് സാർ, അത് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറെ വേസ്റ്റ് ആയ സാധനങ്ങളെല്ലാം ഒഴിവാക്കാനും അതുപോലെ വേറെ ചെലവ് ചെയ്യുന്നത് ചുരുക്കാനും സേവ് ചെയ്യാനും നോക്കുന്നുണ്ട്. അതുപോലെ സമയം ഒക്കെ ലാഭമുണ്ട് അത് കാരണം. പിന്നെ ഈ പിരിമുറുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെയും പോയി തപ്പുന്നതൊക്കെ ഒഴിവാക്കി ഒന്ന് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം. ഓ വെരി ഗുഡ്, താങ്ക് യു മണി സാർ, താങ്ക് യു സോ മച്ച്. എനിവൺ എൽസ്? ഇതാണ് സത്യം പറഞ്ഞ ഒരു ട്രെയിനറുടെ സന്തോഷം. വേറെ ആരെങ്കിലും ഒരാള്? ഞാൻ ജിമെയിലിൽ എനിക്ക് കുറെ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജസുകൾ വരുമ്പോ അതിങ്ങനെ കുന്നുകൂടി കിടക്കുമായിരുന്നു. ഇപ്പൊ പ്രീവിയസ് 1 വീക്ക് തുടങ്ങി ഞാൻ അതിനെ എല്ലാ ദിവസവും കുറേശ്ശെ ആക്കിയിട്ട് ഇപ്പൊ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം അതില് ആക്കിയിട്ടുണ്ട്. മാക്സിമം ഇന്ന് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഫോണിലും ഇതുപോലെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഡിലീറ്റ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള കോണ്ടാക്ട് ലിസ്റ്റ് മാത്രം വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്തു. എല്ലാവരും ഒന്നും ഒരു അപ്രീസിയേഷൻ കൊടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റിക്കറെങ്കിലും കൊടുക്കൊരു ഒരു അപ്രീസിയേഷൻ, ഷോ യുവർ അപ്രീസിയേഷൻ. ഇതറിയില്ല ഇങ്ങനെ ഞാനിപ്പോ ഇട്ട പോലെ അറിയില്ല, ഒരു കയ്യടിയൊക്കെ കൊടുക്കാൻ അറിഞ്ഞൂടാ ഇങ്ങനെ സംതിങ് ലൈക്ക് ദിസ്. എവിടെ ഒരാളും ഷാജൻ സാർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. റോസ്ലിൻ താങ്ക് യു. ഓക്കെ, നിങ്ങൾ കൂടുതൽ പേര് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ജസ്റ്റ് എന്താ പറഞ്ഞുള്ളൂ. ഈ ആഴ്ച നമുക്കത് എങ്ങനെ ജീവിതത്തിൽ പ്രാക്ടീസ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് അതിക്ക് മുമ്പ് ഞാനൊരു കോൺസെപ്റ്റ് കാണിച്ചു തരാം. ഈ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഈ കോൺസെപ്റ്റ് വെച്ചാൽ ഫെങ് ഷൂയി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. 3000 വർഷം പഴക്കമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ മാക്സിമൈസ് ദ എനർജി ഫ്ലോ ബൈ പ്രോപ്പർ പ്ലേസ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് എവരി റൂം ആണ്. റിമൂവ് ക്ലട്ടർ സോ എനർജി ബ്ലോക്ക് മാറും എന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാല് ഈ 3000 വർഷം പഴക്കമുള്ള ഈ ചൈനീസ് സ്ട്രാറ്റജി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റൂമില് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഉപയോഗിക്കാതെയും ക്ലട്ടർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എനർജി ബ്ലോക്ക് ഉണ്ടാവുന്ന പറയാം. അതായത് നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലേക്കൊക്കെ വരുന്ന ഒരു എനർജീനെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഫെങ് ഷൂയി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ അതിന് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയും റൂമിനെ വൃത്തിയാക്കുകയും ചെയ്യും. ഇനിയിപ്പോ നമുക്കത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇന്ന് ഒരുപാട് കൺസൾട്ടൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞില്ലേ, അവര് റൂമൊക്കെ ഒന്ന് സിംപ്ലിഫൈ യുവർ ലൈഫ് എന്നൊരു ലേഡിയുടെ കാര്യം. അപ്പൊ അവര് ചെയ്തതെന്ന് വെച്ചാൽ തുടക്കം അവർ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് അവർ ബുക്ക് എഴുതി, പിന്നെ അവർ തുടങ്ങിയത് ഒരു കമ്പനിയാണ്. ആ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ പറയണം ഓക്കെ ഐ വാണ്ട് ടു ഡു സംതിങ് എന്ന് പറഞ്ഞാല് അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഓരോ റൂമും ജസ്റ്റ് ഒന്ന് ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റ് ചെയ്തതിന് ശേഷം അവർ പറയും ഓക്കെ, അവർ റെക്കമെൻഡേഷൻസ് തരും, ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് നമുക്ക് റെക്കമെൻഡേഷൻസ് തരും. നമ്മൾ അലൗ ചെയ്യണമെങ്കിൽ അവരതെല്ലാം റിമൂവ് ചെയ്യും. അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളെ എങ്ങനെ ഉടക്കി പിറക്കി ഒതുക്കി വെക്കണം എന്നുള്ളത് അവർ പറഞ്ഞുതരും. അവരത് അതിന്റെ ഫോൾഡിങ് മെത്തേഡ്സ്, ഇവൻ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് എങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഇതൊരു ഹ്യൂജ് ബിസിനസ് ആണ് ഇപ്പൊ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. നമ്മുടെ വീടിനെ മാക്സിമൈസം എനർജി ഫ്ലോസ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവര് വന്ന് വേസ്റ്റും കച്ചറയൊക്കെ എടുത്ത് പുറത്തുവരും. എന്നുവെച്ചാൽ നമ്മുടെ വീടിനെ കുറച്ചും കൂടി ഒരു ഭംഗിയാക്കിയിട്ട് മാറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം നമ്മള് ഈ കൺസൾട്ടന്റിനെ വിളിക്കാൻ നിൽക്കേണ്ട ചിലപ്പോൾ നാട്ടിൽ അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ തന്നെ ഒരു ഓഡിറ്റ് നടത്തുക. ആ ഓഡിറ്റ് നടത്തുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു, പക്ഷെ എന്നാലും ഒന്നും കൂടി പറയാം. ഇതിന്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു സാധനം ഒരു 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെന്നാണ് അതിന്റെ ഒരു തമ്പ് റൂൾ. ഒന്നുകൂടി പറയട്ടെ, ഒരു സാധനം 6 months ആയിട്ട് നിങ്ങൾ അതിനകത്ത് തൊടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രോബബിളി അധികം ആവശ്യം വരില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് 6 months തൊടാൻ പേടിയുണ്ടെങ്കിൽ യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ 1 year. 1 വർഷമായിട്ട് നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ പ്രൊഡക്റ്റുമ കൈവച്ചിട്ടില്ലെങ്കിൽ യു ക്യാൻ ത്രോ ഇറ്റ് ഓഫ് എന്നാണ്. ടേക്ക് ആസ് എ തമ്പ് റൂൾ. ജീവിതത്തിൽ ഒരിക്കലും ആവശ്യം വരില്ല. അത് പോയോണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിക്കില്ല. അത് ഞാൻ പറഞ്ഞില്ല, 6 months ആണ് നോർമലി പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ 1 year. അപ്പൊ 1 വർഷമുള്ള സാധനം എന്താണെങ്കിലും, അതിപ്പോ ഫർണിച്ചർ 1 വർഷമായിട്ട് ഇരുന്നിട്ടില്ലേ, എടുത്ത് കളയാൻ നിങ്ങൾക്ക്. 1 വർഷമായിട്ട് ഇരിക്കാത്ത ബെഡ് ഉണ്ടോ, എടുത്ത് ഒഴിവാക്കാം. 1 വർഷമായിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സ് ഉണ്ടോ, തീർച്ചയായിട്ടും ഒഴിവാക്കണം. അങ്ങനെ നമ്മുടെ ലൈഫിൽ ബുക്സ്, പേപ്പർ, മാഗസിൻസ് ഒക്കെ ചില ആൾക്കാർക്ക് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചതിനാണ്. ആരും ഇപ്പൊ വായിച്ചിട്ടാ? ഞാൻ പറഞ്ഞില്ല, 1 വർഷമായിട്ട് ആ മാഗസിൻ രണ്ടാമത് റെഫർ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളെടുത്ത് ആൾക്കാർക്ക് പറ്റുമോ? സോ ദാറ്റ് ഈസ് എ മെയിൻ തമ്പ് റൂൾ ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് നൗ. അപ്പം ഈ സ്റ്റാർട്ടിങ് പ്രോസസ്സിൽ എനിക്ക് ഞാൻ പറയാലോ, ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ ജനറൽ മാനേജറാണ്. I can also stay in the hotel, but I just also want to live the life of a person who live in a hostel. അപ്പൊ ഞാൻ ഹോട്ടലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ നല്ല AC ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തണുപ്പ് കൂടുതലായിരുന്നു. സെപ്പറേറ്റ് റൂമാണ്, ബാത്റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ റേറ്റ്സ് ആർ ഹൈ. ദെൻ ഐ ഓൾസോ വാണ്ട് എക്സ്പീരിയൻസ് ഈ ദുബായിൽ വരുന്ന ആൾക്കാർ ഹോസ്റ്റലിൽ എങ്ങനെ ജീവിക്കും എന്നുള്ളത്. അത് കുറച്ച് നാളത്തേക്ക് വരുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്ന വെച്ചപ്പോ ഐ ഫൈൻഡ് എ ന്യൂ വേ ടു ലിവ് സിമ്പിൾ ലൈഫ്. എനിക്ക് ഒരു വലിയ തോട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഈവൻ മൈ ഫാമിലീസിനെ പോലും കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എന്റെ ഹോസ്റ്റലിൽ, ഞാൻ ഈ ദുബായിൽ വന്നിട്ട് ഹോസ്റ്റലില് ഞാൻ കുക്ക് ചെയ്യാനുള്ള സൗകര്യം തരുന്നുണ്ട്. ദാറ്റ് ഈസ് മോർ സിംപ്ലിഫൈഡ് വേർഷനിൽ ഒരു പാത്രം എല്ലാം നമുക്ക് തരും.
നമ്മൾ സാധനം കൊണ്ട് നോക്കിയാൽ എന്റെ ഒരു ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ കാണിക്കാൻ ഞാൻ ഓംപ്ലേറ്റ് പൊരിച്ചാണ്. ഇത് നിങ്ങൾ ആലോചിച്ചു ഹോട്ടലിൽ വന്ന് കാരണം ഇവര് കുക്കിംഗ് റേഞ്ചും പാത്രങ്ങളെല്ലാം തരുന്നുണ്ട്. സത്യമായിട്ടും ഇത് എന്റെ മക്കളെ കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. പക്ഷെ ഞാനിപ്പോ സാഹചര്യം ഓർത്തപ്പോ ചെയ്തു എന്നേ ഉള്ളൂ. സോ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. യെസ്റ്റർഡേ ഓൾസോ ഐ കുക്ക്ഡ് സംതിങ് ഡിഫറെന്റ്. ഞാൻ എന്റെ ഫോട്ടോ എടുത്തു, പക്ഷെ അത് ഫുൾ വീഡിയോ ആക്കിയില്ല. ഞാൻ ഇന്നലെ ചെയ്തെച്ചാല് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു റൊട്ടി വാങ്ങി. ഇവിടെ 1.5 ദിർഹംസ് കൊടുത്ത് ഞാൻ ഒരു പാകിസ്ഥാനി റൊട്ടി ഇടും. ഞാൻ തിന്ന് തീർത്തില്ല, എനിക്ക് അത്രയും ഹെവി ആയി. ഇതുപോലെ കുറച്ച് സവോള തന്നെ വാങ്ങി, അല്ല തലേദിവസം വാങ്ങിയ സവോള ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കി. എഗ് മറ്റേ എന്താ പറയാ ബുൾസൈ ആക്കി. സോ ഇറ്റ് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ കടയിൽ പോയി കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ആയിരുന്നു. സോ ദ തിങ് ഈസ് ദാറ്റ് ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മറ്റുള്ളവരെ പോലെ ജീവിക്കാനൊക്കെയാണ് പ്രശ്നം എന്ന് പറയുന്ന പോലെ. ഐ ഫൈൻഡ് വെരി പീസ് ഇൻ ദിസ് ഹോസ്റ്റൽ ഫെസിലിറ്റി. ആദ്യം എന്റെ കുറെ കൺസേൺസ് ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഹോസ്റ്റലിൽ പോയി ജീവിക്കും, കാരണം വേറെ ആൾക്കാരുണ്ടാവും, അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എന്റെ റൂമില് സത്യം പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവര് ഒരു ദിവസത്തേക്ക് ഞാൻ കണ്ടുള്ളൂ, അവരെ ഞാൻ പരിചയപ്പെട്ടു. അവർ 6 മാസമായിട്ട് ട്രാവൽ ചെയ്യും. 6 months ആയിട്ട് അവർ ട്രാവൽ ചെയ്യുന്നു. എനിക്കൊക്കെ കൊതിയായിപ്പോയി എങ്ങനെ നമ്മളൊക്കെ എന്ന് പോകുന്നുള്ളത്. ഓഡിയോ കേൾക്കുന്നില്ലേ സാറേ, മണി സാറേ? ക്ലിയർ ആണ് സാർ, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്, ഓക്കെ, താങ്ക് യു. അപ്പൊ അവര് കപ്പിൾസ് ആണ്. അപ്പൊ അവര് കപ്പിളല്ല, കല്യാണം കഴിച്ചല്ലേ, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണ്. അപ്പൊ അവര് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവര് പൈസ സേവ് ചെയ്തിട്ട് സെപ്റ്റംബറിൽ യാത്ര തുടങ്ങിയത്. അവരിന് പോകാത്ത രാജ്യങ്ങളില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് അവര് ലൈഫിൽ കൊണ്ടുപോകുന്നു. ലൈക്ക് ഇവിടെ ബാഗ് ഉണ്ട്, ഇവര് വരുന്നവര് താമസിക്കുന്ന ഹോസ്റ്റലാണ്, ചെറിയ പൈസ ചെലവുള്ളൂ. ഇന്നലെ അവര് തിരിച്ചു. സോ ഐ മെറ്റ് ദം. ഫിലിപ്പീനോസ് എന്നുള്ള 2 ഗേൾസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു നൈജീരിയക്കാരനല്ല കെനിയക്കാരനെ പരിചയപ്പെട്ടു. ഹി ഈസ് എ ബിസിനസ് മാൻ. സോ ഇറ്റ് ഓപ്പൺ ലോട്ട് ഓഫ് വേർഡ്സ് ടു മീ. സോ നമ്മള് when we life make simple, it give an opportunity to meet people also. So anyway, I am coming to my topic, like എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ക്ലട്ടേഴ്സ് ഒഴിവാക്കാം എന്ന് പറയുന്നത്. ആദ്യത്തെ ടോപ്പ് എന്ന് വെച്ചാല് ഒബ്ജക്ട്സ് കണ്ടുപിടിക്കാൻ നോക്കും. യു ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് കൂടുതലുള്ളത്. ഞാനൊരു കിച്ചന്റെ പടം കാണിക്കാൻ തന്നെ ഏറ്റവും ആദ്യം, പ്രത്യേകിച്ച് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കിച്ചണിലേക്ക് ഒന്ന് കയറി നോക്ക്, എത്ര പാത്രം ഉണ്ടാവും ഉപയോഗിക്കാത്തത്. മിക്കവാറും വീട്ടുകളിൽ ഞാൻ കാണുന്ന ഏറ്റവും ഒരു സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ, കുറേ നല്ല പാത്രം ഉണ്ടാവും. ഈ പാത്രം ഒന്നും ചിലപ്പോൾ 5 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് എപ്പോഴും പറയണ ഒരു കാര്യം എന്താണെന്നറിയോ, വിരുന്നാര് വരുമ്പോ അല്ലെങ്കിൽ നല്ലൊരു അവസരം വരുമ്പോ കഴിക്കാന്നാണ്. ഈ പാത്രം അവിടെ ഇരിക്കും. നമ്മൾ എന്നും ഈ സ്റ്റീലിന്റെ പാത്രത്തിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ മറ്റെന്താ പറയാ സ്ക്രാച്ച് ഒക്കെ വീണ് മോശമായിട്ടുള്ള പാത്രത്തിലാണ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ പാത്രം ഉണ്ടാവും. എന്തെങ്കിലും ആരെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ വെച്ചാല്, ഇത് നിങ്ങൾ എല്ലാ പാത്രം കൂടി എടുത്ത് കളയുന്നില്ല, പക്ഷെ സ്റ്റിൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാം. അത് ഇറ്റ് വിൽ ഗീവ് എ ലോട്ട് ഓഫ് സ്പേസ് ടു യുവർ കിച്ചൺ. അതുപോലെ നിങ്ങൾക്കും കുറെ സമാധാനം ഉണ്ടാവും. കൊടുക്കുമ്പോൾ വിഷമം ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ പറയുമ്പോൾ അത്ര സിമ്പിൾ ഒന്നുമില്ല ലൈഫ്. അതെടുത്ത് അങ്ങ് പുറത്തേക്ക് അങ്ങോട്ട് എറിയുമ്പോണ്ടല്ലോ, ചങ്ക് പറിക്കണ പോലെ ചിലർക്കൊക്കെ തോന്നും. പക്ഷെ ആ പോയി കഴിഞ്ഞാണ്ടല്ലോ എന്തൊരു ആശ്വാസമായിരിക്കും എന്ന് അറിയും. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ ഉണ്ട്. ക്യാൻസർ റിമൂവ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും.
പക്ഷെ ആ സാധനം പോയി കഴിഞ്ഞാൽ കുറെ ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തിങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഈ പറഞ്ഞ ഒബ്ജക്ട്സുകളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തുണികള്, നിങ്ങൾ എന്ത് സാധനം, ഇനി ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ആണെങ്കിൽ സെറ്റ്, എന്താണെങ്കിലും നിങ്ങൾ ഓഡിറ്റ് ചെയ്യുക, ഒഴിവാക്കുക, ഓഡിറ്റ് ചെയ്യുക, ഒഴിവാക്കുക. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ല കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണ മനസ്സമാധാനം ഈ ഭൂമിയിൽ ഒരാൾക്കും ഉണ്ടാവില്ല. ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. ഈ ക്ലാസ് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഭയങ്കര ഒരു ലൈഫ് ട്രാൻസ്ഫോമിങ് എക്സ്പീരിയൻസ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു സാധനം കേട്ടിട്ട് ഈ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴിവാക്കണം എന്ന് തോന്നിയൊരു സാധനം ഒന്നില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിലൊന്നും ഇടാവോ. ഇപ്പൊ ഇത് ഞാൻ ഒബ്ജക്റ്റുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒഴിവാക്കും എന്ന് മനസ്സിൽ തോന്നി, സോറി, ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാവോ? ഡ്രസ്. ഓക്കെ, അനു ഡ്രസ്സാണ് പറഞ്ഞത്. ഡ്രസ്, പിന്നെ പാത്രങ്ങൾ. വെരി ഗുഡ് സുലാബി, താങ്ക് യു. വേറെ ആരെങ്കിലും? ആണുങ്ങൾക്കും ഒഴിവാക്കാനില്ലേ? ഓക്കെ, വേറെ പെട്ടെന്ന്. എവിടെ 10-30 ആൾക്കാരുണ്ട്, ഒരാളെ മിണ്ടുന്നില്ല, ഞാൻ മാത്രമേ മിണ്ടുന്നുള്ളൂ. ഡ്രസ്, മരുന്നിന്റെ ഒഴിഞ്ഞ കുപ്പികളൊക്കെ. ഈ മരുന്നിനെ ഒഴിവാക്കാൻ കേട്ടോ കുറെ. നിങ്ങൾ നോക്കിയാൽ എക്സ്പയർ ആയ കുറെ മരുന്നുകൾ ഇപ്പോഴും അതിനകത്തിരിക്കണ്ടാവും. ഓക്കെ, ഓൾ ദ വെഹിക്കിൾ പാർട്സ്. വെരി ഗുഡ് കൃഷ്ണമൂർത്തി സാർ, താങ്ക് യു, താങ്ക് യു. സോ ഇറ്റ്സ് ടു മച്ച്. ഡ്രസ്, കള്ളി, ബോട്ടിൽ, ഡ്രസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇത്രയും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. പെയിൻഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ ഓരോ സാധനം എടുക്കുമ്പോഴും ഇത് എന്നോട് പറയാം, എന്നെ ഒഴിവാക്കല്ലേ ഈശ്വര, എന്നെ വിട്ടു പോവല്ലേ, എന്നെ പുറത്തെറിയില്ല എന്നൊക്കെ ആ സാധനങ്ങൾ നിങ്ങളോട് കരയും, അല്ലെങ്കിൽ നിങ്ങൾ കരയും, അയ്യോടി നിന്നെ ഇങ്ങനെ വിട്ടു പിരിയുന്നത്. പക്ഷെ വിട്ടു പിരിഞ്ഞേ പറ്റുള്ളൂ ഇഫ് യു വാണ്ട് പീസ് ഓർ ഹാപ്പിനെസ്. ഞാൻ പറഞ്ഞ ഷാങ്ഫ്യൂല് പറയണ പോലെ ഇത് നിങ്ങളുടെ റൂമിലെ എനർജി ഫ്ലോ കൂട്ടും, നിങ്ങളുടെ കിച്ചണിലെ എനർജി ഫ്ലോ കൂട്ടും, നിങ്ങളുടെ ലൈഫിലെ എനർജി ഫ്ലോ കൂട്ടും. സോ ഇറ്റ് വിൽ ഗെറ്റ് ലോട്ട് ഓഫ് പീസ്. യു ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഫൈനലൈസ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ടാസ്കുകൾ. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാരണന്മാരെ എനിക്ക് ഇഷ്ടമല്ല. കാര്യം അറിയോ, അതായത് ഒരു ബിറ്റ്വീൻ 40 to 55 ഏജിലുള്ള പാരന്റ്സ് ഓവർ പാമ്പേർഡ്, കുട്ടികളെ ഓവർ പാമ്പർ ചെയ്യുന്ന പാരന്റ്സ് ആണ് പ്രത്യേകിച്ചും. കാരണം ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു 40 ഇയേഴ്സ് മുതൽ ഒരു 50-55 ഇയേഴ്സ് ഉള്ള പാരന്റ്സ് ആണെങ്കിലത്തെ കാര്യം ഞാൻ പറയണേ. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇവരുടെ ചെറുപ്പത്തിൽ ഒക്കെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാല് അവർക്ക് നല്ല ഡ്രസ്സ് ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ നല്ല സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്ത് കാര്യം അവർ തന്നെ ചെയ്യണം, അവരുടെ പാരന്റ്സ് ഒന്നും ആരും മൈൻഡാക്കൂല. എന്തെങ്കിലും ചോദിച്ചപ്പോ ഈ പണിയൊക്കെടാന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു മക്കളാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. ഇവരെന്ത് തീരുമാനിച്ചു എന്നറിയോ? ഇവര് തീരുമാനിച്ചാല് ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടപ്പാട് ഞങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകും. അത് പൈസയുടെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇവരൊറ്റ തീരുമാനങ്ങൾ എടുത്ത്, ഞങ്ങളുടെ മക്കള്, അതായത് എന്റെ പാരന്റ്സ് എന്നെ കഷ്ടപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെടുത്തരുത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ അടക്കമുള്ള ആൾക്കാരെ എനിക്ക് ഓവർ പാമ്പറിങ്. പിള്ളേരൊരു കടയിൽ സാധനം മേടിക്കാൻ വിടില്ല, പിള്ളേരെ ഒരു കാര്യം ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിക്കൂല, പിള്ളേരോട് ഒരു സ്ഥലത്തും ചെയ്യിക്കൂല. ഇങ്ങനെ പോയിട്ട് കുറെ മൊണ്ണന്മാരായിട്ടുള്ള പിള്ളേരാണ് നമ്മുടെ അടുത്ത് വളർന്നത്. ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് എന്നോട് റിയലി സോറി. ഞാൻ പറയുന്നില്ല നിങ്ങൾ അതിനകത്ത് പെടുന്നു, പക്ഷെ എല്ലാ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും. കടയിൽ പോകണം, ഇപ്പോഴും 15 വയസ്സോ 20 വയസ്സായിട്ട് കടയിൽ പോകാത്ത പിള്ളേരുണ്ട്. വീട്ടില് 18, 19, 20 വയസ്സായിട്ടും ഈ ചൂലെടുത്ത് അടിക്കാൻ അറിയാൻ പാടാത്ത പെൺമക്കളുള്ള വീടാണ് നമ്മുടെ നാട്. അത് ആരും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ പറയും, ഇവരൊക്കെ ഒന്ന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവരിലേക്ക് ഒരു പെണ്ണിനെ കെട്ടി വരുമ്പോഴൊക്കെ നാളെ ഇപ്പൊ ഒരു ചെക്കന്മാര് തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഓംലേറ്റ് ഉണ്ടാക്കി, ഞാൻ ഇന്നലെ വേറെ കറി ഉണ്ടാക്കി, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊക്കെ മുളകുപൊടി മല്ലിപ്പൊടി മേടിച്ചതൊക്കെ ഇവിടെ ഇട്ട് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്.
എനിക്കറിയാം ഫുഡൊക്കെ വയ്ക്കാൻ. എന്റെ അമ്മയൊക്കെ ചെറുപ്പത്തില് എന്നോട് പറയും എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കറിയൊക്കെ വന്നു ഞാൻ പറയും എനിക്ക് ചാളക്കറി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ വീട്ടില് കറി ഇല്ലാതെ വന്നു കഴിഞ്ഞാല് എന്റെ അമ്മയോട് പറയും ഞാൻ ഈ കറി കഴിക്കൂല, ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അമ്മ നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഉണ്ടാക്കി തന്നോളാൻ പറയും. സോ അപ്പൊ നമ്മൾ ഒരു മുട്ടയ്ക്ക് വാങ്ങും. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഓംലേറ്റ് തന്നെയാണ്. എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു മുട്ട. അപ്പം ജീവിതത്തിൽ അങ്ങനത്തെ കുറച്ച് ഹാർഡ്ഷിപ്സ് ഒക്കെ കിട്ടിയോണ്ട് നമ്മള് ഇപ്പൊ എവിടെ പോയി കൊണ്ടിട്ടാലും ജീവിക്കും. ഇപ്പൊ ഞാൻ അവിടെ ഹോസ്റ്റലിലാണ്, എനിക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങളുടെ പിള്ളേരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്നും കൊണ്ടിട്ടോ ജീവിക്കൂല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് നമ്മുടെ മാക്സിമം ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം കിട്ടുക? നിങ്ങൾക്ക് കുറെ ഫ്രീ ടൈം കിട്ടും. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ മക്കൾ സ്ട്രോങ് ആവും. ആ കാര്യത്തിലും ഐ ക്യാൻ ടേക്ക് എക്സാമ്പിൾസ് ഫ്രം മൈ ലൈഫ്. എന്റെ മക്കള് ഇപ്പോ ഇളയ കുട്ടി 3ാം ക്ലാസ്സിലാണ്. അവള് വരെ കടയിൽ പോയിക്കോളും. കാര്യം വീട് പിന്നെ ഒരു ദൈവാനുഗ്രഹം കട തൊട്ടടുത്താണ്. അവള് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കോളും. എന്റെ മൂത്ത മക്കളൊക്കെ ആണെങ്കിലും നമ്മള് സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് വിടും. ഐ ആം ട്രൈങ്. പക്ഷെ സ്റ്റിൽ എന്റെ ഭാര്യയൊക്കെ ആണെങ്കിലും കുറെ സാധനം നടക്കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഞാൻ പറയും എനിക്ക് സൗകര്യം നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ പറയും. ഞാൻ എന്റെ കാരണവരെ എന്നോട് പറഞ്ഞു ഞാൻ അവരോടും ചെയ്യുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആവും. എല്ലാം നമ്മൾ ഈ ചോറ് വാരി കൊടുത്ത് നമ്മൾ എല്ലാ കാര്യം ചെയ്തു കൊടുത്ത് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്ത് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മൊണ്ണന്മാരായിട്ടുള്ള പിള്ളേരാവും. ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർ കല്യാണം കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് എല്ലാം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഡിവോഴ്സ് വരുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം വെച്ചാല് ജീവിതത്തില് എല്ലാം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇവർ കല്യാണം കഴിച്ച് കഴിയുമ്പോണ്ടില്ല ഈ പറഞ്ഞ ഇതുവരെ ചെയ്തവരൊക്കെ മാറും. കാരണന്മാരും മാറും. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ചെക്കന്മാര് കല്യാണം കഴിച്ചൊന്നും പിന്നെ തിരിഞ്ഞു നോക്കൂല. അപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് അമ്മമാരുടെ സ്വഭാവം അറിയാലോ. അവർക്ക് ഭയങ്കര അസൂയായിരിക്കും ഈ ചെക്കന്മാരുടെ. ഒന്നാമത്തെ സ്വന്തം മോൻ കൈവിട്ട് പോയതിന്റെ ദേഷ്യം ഉണ്ടാവും. അപ്പൊ അതിന് വേറൊരു മരുമോള് വന്ന് സ്നേഹിക്കുന്ന കാണുമ്പോ അമ്മായിമ്മക്ക് എപ്പോഴും തോന്നും അയ്യോ എന്റെ സ്നേഹം കുറഞ്ഞു, എന്റെ സ്നേഹം അവൾ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. അപ്പൊ ചെക്കന്മാർക്കും ചവിട്ട് കൊടുക്കും അമ്മായിമ്മമാര്. അവിടുന്ന് കെട്ടിയവന്റെ പെണ്ണാണെങ്കിലോ വീട്ടില് എന്താ പറയാ തിന്ന പാത്രം വരെ അമ്മ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് കഴുകി വെച്ച് കൊടുത്ത പെണ്ണായിരിക്കും. ഇവിടെ വരുമ്പോ അമ്മായിമ്മ ആദ്യം നോക്കുന്നത് ഇടി പാത്രം കഴുകണല്ലേ. പരിപാടി തുടങ്ങുമ്പോ തന്നെ ഇടി ബഹളാവും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ മൊണ്ണന്മാരും പിന്നെ ഇവരൊന്നും അഡ്ജസ്റ്റ് ചെയ്യൂല. കാര്യം എന്റെ അമ്മ എല്ലാം എനിക്ക് ചെയ്തു തരുന്നില്ല, നീ എന്താ ചെയ്യാത്തതെന്ന് കെട്ടിയവന്മാര് ചോദിക്കും. അപ്പൊ അവള് പറയും തനിക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്നായി അവളും ചോദിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്ന മൊത്തത്തില് ജീവിതം പറഞ്ഞു തരും. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ടോപ്പിക് അതല്ല. എന്റെ ടോപ്പിക് ഡിഫറെന്റ്. ഞാൻ പറഞ്ഞ നിങ്ങളെ എല്ലാ മാക്സിമം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ ചെയ്യാം. ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത് എന്തിനാ നിങ്ങൾ ചെയ്യാൻ? നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്ക്. ഓൺലൈനിൽ ആപ്പ് എടുക്കുക, അവരോട് പേയ്മെന്റ് ചെയ്യാൻ പറയാം. അതല്ലെങ്കിൽ പണ്ടാണെങ്കിൽ എവിടെയെങ്കിലും പോയി അടയ്ക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിനോട് എല്ലാ കല്യാണം നിങ്ങൾ പോകേണ്ട ഇടയ്ക്ക് പിള്ളേരൊക്കെ വിടും. അങ്ങനെ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ മെയിൻ ജോബിലേക്ക് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ ടാസ്കുകളെയും ഒഴിവാക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ്. അപ്പൊ ABC റൂൾ പറയുമല്ലോ, ABCD റൂൾ പോലും പറയും. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ. അത് നിങ്ങളുടെ ജോലിയാവാം, നിങ്ങളുടെ ഒരു കഥ എഴുതുന്നതാവാം, കവിത എഴുതുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട, അതായത് നിങ്ങൾ മാത്രം ചെയ്താൽ ശരിയാവുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ B കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറ്റഗറിയാണ് നിങ്ങൾ മറ്റേ എന്താ പറയാ ആ കാറ്റഗറിയാണ് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. C ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ട് ഒഴിവാക്കാം. സോറി, B എന്ന് പറഞ്ഞ കാറ്റഗറി ഓൺ യുവർ സൂപ്പർവിഷൻ ചെയ്യാം. ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ D എന്ന് പറഞ്ഞ കാറ്റഗറി ഡിലീറ്റ് ചെയ്യാനാ പറയുന്നത്. D വരുമ്പോൾ നിങ്ങൾ യു ക്യാൻ ഡിലീറ്റ് ദീസ് തിങ്സ്. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ വാട്സപ്പ് നോക്കണം, ഫേസ്ബുക്ക് ഒക്കെ നോക്കണം. അതിപ്പോ എല്ലാ സമയം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സബ്ലീസ് വരും. ഇപ്പം എല്ലാ വലിയ നടന്മാരുടെ ഫേസ്ബുക്കും വാട്സപ്പും അവരല്ല നോക്കുന്നത്. മിക്കവാറും അതിനൊക്കെ ഏജൻസീസിനെ ഏൽപ്പിച്ചേക്കാണ്. സോ അവരുടെ കോൺസെൻട്രേറ്റഡ് ടൈം അവർ നന്നായിട്ട് ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഈ ടാസ്കുകൾ ഒഴിവാക്കുമ്പോൾ തന്നെ എന്താ ഗുണം അറിയും? ജീവിതത്തിൽ ഒരുപാട് ഫ്രീ ടൈം കിട്ടും. നിങ്ങൾക്കൊരു മനസ്സമാധാനം വരും. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളുടെയും ഒരു സങ്കടം എന്താണെന്ന് അറിയോ? എന്റെ ദൈവം, എന്റെ ജീവിതം കോഞ്ഞാട്ടേ പോയി. കാരണം രാവിലെ എഴുന്നേക്കുമ്പോൾ മുതല് കിടക്കണ വരെ പണിയാണ്. ചെക്കന്മാർക്ക് എന്തൊരു സുഖം, അവര് പണിയൊന്നും എടുക്കണില്ല, ഞങ്ങൾ ഇങ്ങനെ പണിയെടുത്ത് ചാവാന്ന് പറയും. പക്ഷെ അത് അങ്ങനെ ചാവണേന്റെ കാരണം എന്തുകൊണ്ടാ? യു ആർ നോട്ട് ഡെലിഗേറ്റിംഗ് എനിവൺ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് കുറെ വർക്ക് ഡെലിഗേറ്റ് കൊടുക്കുക. ഡ്രസ്സ് കഴിക്കുന്നൊക്കെ ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ, ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ. എനിക്കറിയില്ല നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. കുറെ കാര്യങ്ങൾ പിള്ളേരുടെ ഡ്രസ്സ് പിള്ളേരോട് തയ്ക്കാൻ പറയാം. അല്ലാണ്ട് നിങ്ങൾ അടുക്കളയിൽ പോയി കറിയും വെച്ച് പിന്നെ വന്നിട്ട് ബാത്റൂം കഴുകി
അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഡെയിലി മറ്റേ ഡ്രസ്സും തേച്ചു കൊടുത്ത്, പിന്നെ കെട്ടിയന്മാര് ചില നിങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ലായിരിക്കും, ചില കെട്ടിയന്മാർ അവിടെ നിന്ന് വിളിക്കും, എടി മറ്റേത് എവിടെ ഇരിക്കണേ, ഇതെവിടെ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പൊ അതെടുക്കാൻ പോയി. സോ യു ആർ സ്ട്രെസ്സിങ് ടു മച്ച്. സോ യു ട്രൈ ടു ടീച്ച് ദം ഹൗ ടു ഡെലിഗേറ്റ് ദ തിങ്സ്. സോ നെക്സ്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് നേരത്തെ മനസ്സാറ് പറഞ്ഞ പേപ്പേഴ്സ്. കുറെ മാഗസിൻസ്, പേപ്പറുകൾ. കഴിഞ്ഞ ദിവസം ദിവ്യ പറയണ്ടായിരുന്നു എന്റെ ബുക്കുകൾ ഞാൻ വിടാണ്. വേണമെങ്കിൽ വിട്ടാൽ മതി, എന്നാലും കുഴപ്പമില്ല. യു ക്യാൻ എന്താ പറയാ, ട്രൈ ടു റീതിങ്ക്, ഈസ് ഇറ്റ് റിക്വയർഡ്? ഇത്ര ഡിജിറ്റൽ ആയിട്ട് ഒരു വേൾഡില് ഏതൊരു ഇൻഫർമേഷൻ ചാറ്റ് ജിപിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക് എന്ന് പറഞ്ഞ അടിക്കുമ്പോഴേക്കും തരുന്ന ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് കിട്ടുന്ന ലോകത്ത് 10-15 വർഷം മുമ്പുള്ള കാലഹരണപ്പെട്ട കാരണങ്ങളെ കൊണ്ടു നടക്കണോ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ ഞാനൊക്കെ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ യെസ്റ്റർഡേ ഞാനിങ്ങനെ ഇതുപോലെ യാത്ര ചെയ്തു. അപ്പൊ ഞാൻ ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചു, എനിക്ക് മെട്രോയില് മാത്രം ആക്സസ് ഉള്ള, എനിക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യാൻ. ഞാൻ ബസ് ഒന്നും കയറൂല, മെട്രോ പോകണം, കുറച്ച് അങ്ങനെയുള്ള സ്പേസസ് ഒക്കെ ഒന്ന് പറയാമോ? സോ ചാറ്റ് ജിപിറ്റി എന്റെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തന്നു. എന്റെ വർക്ക് ഞാൻ ചാറ്റ് ജിപിറ്റി, ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന ഒരു കാര്യം ഈ പറഞ്ഞ AI ടൂൾസിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഡെലിഗേഷന്റെ ഏറ്റവും ടോപ്പാണ്. ഇനിയിപ്പോ നിങ്ങൾ ആൾക്കാരെ നോക്കണ്ട, AI പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ്സ് സോ സിമ്പിൾ. കുറച്ച് പൈസ കൊടുത്താലും നഷ്ടമില്ല. വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ നമുക്ക് ക്ലാസ് എടുക്കാം, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചു, എനിക്ക് കംപ്ലീറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പൊ അതിന് ഏത് ഇവിടെ അറിയാലോ, മെട്രോ ലൈനൊക്കെയാണ്. അപ്പൊ ഏത് മെട്രോ ലൈൻ കയറണം, ആ കയറി കഴിഞ്ഞ് എവിടെ ഇറങ്ങണം, ഏത് സ്റ്റോപ്പാണ്, ആ സ്റ്റോപ്പിൽ നിന്ന് എത്ര മിനിറ്റ് നടക്കാനുണ്ട്, ബസ് പിടിക്കണം, കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഒരു ദിവസം എനിക്ക് വിസിറ്റ് ചെയ്യാവുന്ന സ്ഥലങ്ങളൊക്കെ. മൈ വർക്ക് ഈസ് ഈസി. എനിക്കൊരു അസിസ്റ്റന്റിനെ വെക്കേണ്ട, ഞാനിത് മുഴുവൻ ആലോചിച്ച് തപ്പി പിടിച്ചെടുക്കേണ്ട കാര്യം എന്താണ്? AI ഹാസ് ഗിവൺ. കഴിഞ്ഞ ദിവസം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കമ്പനിയിലേക്ക് വിളിച്ചു. അപ്പം മീറ്റിംഗിന് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ അവർ ഓസ്റ്റിൻ വീനിയുടെ പ്രസന്റേഷൻ, സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ബേസ് ചെയ്ത പ്രസന്റേഷൻ ആണ്. അപ്പൊ ഞാൻ ആളെ കുറച്ച് സമയം യു സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഓരോ സ്ലൈഡ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, ക്വൈറ്റ് സ്പീഡ് ഉണ്ട്. പക്ഷെ ഒരു വലിയൊരു കോൺസെപ്റ്റ് നോട്ട് ചെയ്ത് ആ പ്രസന്റേഷൻ എടുക്കാൻ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. ഞാൻ അപ്പൊ തന്നെ, എനിക്ക് അറിയാവുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഒരു ഡൗൺലോഡ് ചെയ്യില്ല, സിസ്റ്റത്തിലുണ്ട്, ഗാബ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, PPT ഉണ്ടാക്കുന്നതാണ്. അപ്പൊ എനിക്ക് എന്റെ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവര് റെഗുലർ ആയിട്ട് അയച്ചിരുന്ന ഒരു വേർഡ് ഫയൽ അവരുടെ കയ്യിലുണ്ട്, പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ അത്രയും ഫീച്ചർ അതിന് പൈസ കൊടുക്കണം, 700 റുപ്പീസ് അങ്ങോട്ട് കൊടുക്കണം. കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ കമ്പനി പൈസ കൊടുത്തോളൂ. ഞാൻ എന്ത് ചെയ്തു, അപ്പൊ തന്നെ ആപ്പ് പർച്ചേസ് ചെയ്തു. അതിന് സബ്സ്ക്രിപ്ഷൻ, ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്തു. ഈ വേർഡ് ഡോക്യുമെന്റ് അതിനകത്തേക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു. അതിനോട് പറഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തു, ഒരു PPT ഉണ്ടാക്കി തരാൻ. നൈസ് PPT. എന്നിട്ടും എനിക്ക് സമയം എടുത്തു അതിനകത്ത് കുറച്ച് അതിന്റെ പിക്ചേഴ്സ് മാറ്റാനും കാര്യങ്ങൾ. ഈവൻ പിക്ചേഴ്സും കൂടി ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ യു ഹാവ് ടു പുട്ട് സം, അതെനിക്ക് ഞാൻ അത്രയും ചിന്തിച്ചില്ല സ്പീഡ് ചെയ്തപ്പോൾ. എന്റെ ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു PPT ഇറ്റ് ഗീവ്സ് മീ വിത്തിൻ 3-5 minutes. സോ ഇറ്റ്സ് സോ സിമ്പിൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക, പേർപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ സെൻഡ് ഇറ്റ്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ പണമാണ്. പണം എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്കറിയാം ഒരുപാട് പൈസ നമുക്ക് പോകുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ചില ആളുകൾക്ക് 1 ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 5 ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉള്ളവരുണ്ട്. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഓരോ ക്രെഡിറ്റ് കാർഡിന്റെ ഡെഡ് ലൈൻ വ്യത്യാസം ഉണ്ടാവും, ഓരോ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് അടിക്കുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇത് മര്യാദയ്ക്ക് നോക്കി അടച്ചില്ലെങ്കിൽ ഇഷ്ടം പോലെ പൈസ വെറുതെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഫൈനും ഉണ്ട്. അപ്പം നിങ്ങൾ പേയ്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് 1-2 ക്രെഡിറ്റ് കാർഡിലേക്ക് ചുരുക്കുക. അങ്ങനെ കൂടുതലുള്ളവര് ഇല്ലാത്തൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, കുറെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും, നെറ്റ്ഫ്ലിക്സ് ഉണ്ടാവും, പിന്നെ കുറെ അങ്ങനെ കേബിൾ TV കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് അൺസബ്സ്ക്രൈബ് ചെയ്തോളയും. മാസം 800 രൂപ ലാഭമാണ്. ചില ആൾക്കാർ സിം വെറുതെ കുറെ റീചാർജ് ചെയ്തെടുക്കേണ്ടി വരും. ഒരു സിമ്മിന് 350 രൂപയെങ്കിലും കൊടുക്കണ്ടേ മിനിമം, ഒരു മാസം പ്രീപെയ്ഡ് ആണെങ്കിൽ. 2 സിം ഉണ്ടെങ്കിൽ 700 രൂപയും. അപ്പൊ അങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ രീതിയിൽ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ പൈസ പോണ കുറെ കാര്യങ്ങളുണ്ടാവും. വി ക്യാൻ അവോയ്ഡ് ഇറ്റ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഇപ്പൊ കടയിൽ പോകുന്ന സമയത്ത് കുറെ സാധനങ്ങൾ കാണും, അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങും.
നിങ്ങൾ സമയം വൈകിയെങ്കിലും ഞാൻ ഒരു മിനിറ്റ് കൂടി എടുക്കുകയാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, പണ്ട് നമ്മൾ കടയിൽ പോയിരുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ ഒരു ഇയർലി 50-55 ഉള്ളവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാ കടയിൽ പോയിരുന്നത്? അമ്മ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ വീട്ടിൽ പറയും, ഭാര്യ പറയും, നമ്മളതൊരു പേപ്പറിൽ തുണ്ട് പേപ്പറിൽ എഴുതി പോകും, കടയിലെ ചേട്ടനോട് പറയും, ആ ചേട്ടൻ അത് എടുത്തു തരും. ആൻഡ് ഇറ്റ് വാസ് വെരി സേവിങ്. ഇന്ന് എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്? ഞാനടക്കം ഐ എം ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മൾക്ക് അവരും ആ ഒരു സെക്ടറിലേക്ക് ഷോപ്പിങ്ങിന് മാറ്റി അവർ എത്രയോ പഠനങ്ങൾ നടത്തിയിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷോപ്പിംഗ് മാളുകൾക്ക് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നിടത്ത് ജനലുകളില്ലാന്ന് ശ്രദ്ധിച്ച എത്ര പേരുണ്ട്? നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദർ ഇസ് നോ വിൻഡോസ് അറ്റ് ഓൾ. ആ സൂപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് വിൻഡോ ഇല്ല, ആ ഫ്രണ്ടിലുള്ള സാധനം മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? നിങ്ങൾ എത്ര സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവരുത്. രാത്രിയാവണതോ പകലാവണതോ നിങ്ങൾ അറിയാൻ പാടില്ല. അതിന്റെ റീസൺ വെച്ചാല് അതിൽ നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അവിടെ ബില്ലിങ്ങിൽ എത്ര സാധനം വാങ്ങി എന്നുള്ളവരുണ്ട്. നമ്മൾ വാങ്ങുന്നത് നിങ്ങൾ നോക്കിക്കോ, ഇനി മേടിച്ചു നോക്കുമ്പോൾ നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ വാങ്ങി വീട്ടിൽ സാധനങ്ങൾ കൊണ്ടിടുമ്പോൾ ഒന്ന് എന്റെ ക്ലാസ് കേട്ടവരൊന്ന് ഓർത്ത് വെക്കുക, അതിനകത്ത് എത്ര സാധനം ആവശ്യമുണ്ട്, എത്ര സാധനം ആവശ്യമില്ലാത്തതാണ്. അപ്പൊ ആവശ്യമാണെന്ന് തോന്നി വാങ്ങിയതായിരിക്കും, പക്ഷെ ഇറ്റ് വാസ് ടെംപ്റ്റിംഗ് സാധനമായിരിക്കും. നിങ്ങൾ വാങ്ങാൻ പോയത് ചിലപ്പോ 1/2 കിലോ സവോളയായിരിക്കും, തിരിച്ചു വരുമ്പോൾ 1500 രൂപയുടെ ബില്ലുണ്ടാവും. സവോള മേടിക്കാൻ മറന്നിട്ടാണ് നിങ്ങൾ കടയിൽ പോയിട്ടുണ്ടാവുക, ഒരു സൂപ്പർ മാർക്കറ്റിൽ, തിരിച്ചു വരുമ്പോൾ 1000-1500 രൂപ. സോ വി ആർ വേസ്റ്റിംഗ് എ ലോട്ട് ഓഫ് മണി. സോ വെൻ യു പ്രാക്ടീസ് സിംപ്ലിസിറ്റി ഇൻ യുവർ ലൈഫ്, ദെൻ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. അപ്പോ സോറി, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഐ എം ജസ്റ്റ് കൺക്ലൂഡിങ്. നമ്മളെ ലൈഫ് സോ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മൾ വിചാരിക്കും ഒരുപാട് ബിലോങ്ങിങ്സ് നമ്മുടെ കൂടെ ഉള്ളതാണ് ഹാപ്പിനെസ് തരുന്നത്. പക്ഷെ ഉള്ളവരോട് ചോദിച്ചറിയാൻ പറ്റും, അത് വാങ്ങുമ്പോഴുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സാധനം ഇപ്പം ചില വീടുകളൊക്കെ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ശ്രദ്ധിക്കുമ്പോഴുണ്ട് ഭയങ്കര ഫർണിച്ചർ ഉണ്ടായിരിക്കും, വീടിനകത്ത് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. മേടിച്ചപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവർ അതിന്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നടക്കുന്നത്. സോ വെൻ യു പ്രാക്ടീസ് സിംപ്ലിസിറ്റി ഇൻ യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും, നിങ്ങളുടെ പണം സേവ് ആവാൻ തുടങ്ങും, നിങ്ങളുടെ എന്താ പറയാ മനസ്സമാധാനം കൂടും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങള് ഒരുപാട് പൈസ ചെലവാക്കി ഒരു വലിയ ഹോട്ടലിലേക്ക് എടുക്കുന്നതും ഞാൻ ഈ കിടക്കുന്ന പോലെ ഒരു ഹോസ്റ്റലിൽ കിടക്കുന്നതും തമ്മിൽ എനിക്ക് ഉറക്കത്തിന് പ്രശ്നമൊന്നുമില്ല. എന്റെ ലൈഫ് സിമ്പിൾ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോ നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി എവിടെ താമസിക്കുന്നത് ഇന്ന സ്ഥലത്താണ് എന്ന് പറയുന്നത് ആളുകളെ കാണിക്കാനില്ലാതെ എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്തോരം സിമ്പിൾഫൈ ലൈഫ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഐ ടേക്ക് 5-10 minutes മോർ. കിട്ടിയത് വൈകിയത് കൊണ്ടാണ്. അപ്പോ താങ്ക് യു സോ മച്ച്. മുഫീദ, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച്. അപ്പം നല്ലൊരു സെഷൻ എടുത്തു അല്ലെ. നമ്മുടെ സിംപ്ലിഫൈ യുവർ ലൈഫിന്റെ പാർട്ട് 2 ആണ് സർ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ സർ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. 1-2 പേര് പെട്ടെന്ന് ഷെയർ ചെയ്യാം, നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ആരാണ് ഫസ്റ്റ്? മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ് സാറ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ അപ്പൊ കുറെ സാധനങ്ങൾ മാറ്റിയിരുന്നു, ശരിക്കും നല്ല മാറ്റം കാണുന്നുണ്ടായത്. എന്നാലും ബാക്കിയുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന എല്ലാ സൺഡേസും എന്തെങ്കിലും ഒന്നുകിൽ ഡ്രസ്സിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുക്കിൽ സാർ എനിക്ക് വരുന്നത് നമ്മളിപ്പോ എഴുതി വെച്ചതും കളയില്ല, അങ്ങനെയും ഉണ്ട്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതിയ ബുക്ക് തന്നെ കുറെ ഉണ്ട്, അപ്പൊ അത് കളയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയാണ്. അത് ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കാമല്ലോ, ഇങ്ങനെയൊക്കെ അത് ഓൾറെഡി എഴുതുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കുറെയൊക്കെ നോട്ട് ബുക്കും ഇഷ്ടം പോലെ ഉണ്ട് ഒഴിവാക്കാന്. അപ്പൊ അങ്ങനെയുള്ളത് കൂടി ഇനി വീക്കിലി സൺഡേ ഒന്ന് നോക്കണം എന്നുള്ള ഒരു പ്ലാനും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ഞാൻ പറഞ്ഞില്ലേ, ബുക്കിന്റെ ഒക്കെ സിമ്പിൾ റൂളാണ്. 6 മാസമായിട്ട് എന്താ പറയാ 6 മാസമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. ഇനി 1 വർഷമായിട്ട് നിങ്ങൾ ആ ബുക്ക് ഈവൻ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കളയാം. പിന്നെ നിങ്ങൾ എഴുതി വെച്ചിരുന്ന ഗോളോ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാട്ടോ. പക്ഷെ എന്താണെങ്കിലും അത് റീവിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ല എന്നാണ് അതിന്റെ സിമ്പിൾ ആൻസർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുലൈഹ മാം, താങ്ക് യു സോ മച്ച്. അടുത്തത് ആരാണ്? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം പറഞ്ഞു.
ഞാനും സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് പുറത്തെ പണികളാണ്. നമ്മളെ പറമ്പ് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി, എല്ലാ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഒക്കെ നല്ലൊരു അടുക്കും ചിട്ടയോടുകൂടി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്തായാലും ഈ ഒരു സൺഡേയില് തുണികളൊക്കെ ഒന്ന് റെഡിയാക്കണം. അതുപോലെ ഇപ്പൊ സുലേഖമൻ പറഞ്ഞ പോലെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയ ബുക്കുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പൊ തീരുമാനിച്ചുള്ളത്. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. കുറെ അടഞ്ഞെടുക്കണ കുറെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുമല്ലോ എല്ലാവരും ഇത് കേൾക്കുമ്പോഴെങ്കിലും. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നണില്ലല്ലോ. ഓരോ തിരക്കുകളാകുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കില്ല. അപ്പൊ ക്ലാസ്സുകൾ കിട്ടുമ്പോഴാണ് നമുക്ക് അതൊക്കെ വീണ്ടും ഓർമ്മ വരുന്നത്. എനിവേ ഓർമ്മപ്പെടുത്തിയതിന് ഒരുപാട് താങ്ക്സ് സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഹുസൈൻ സാർ, ആദ്യമായിട്ട് വളരെ നല്ലൊരു താങ്ക്സ് പറയാണ്. സാറ് ദുബായിൽ പോയിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിന് ഇത്രയും സമയം തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. അതും പ്രത്യേകിച്ച് സ്വന്തം അനുഭവങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ സിംപ്ലിഫൈ യുവർ ലൈഫ് എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്തത്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെയധികം സമയ ലാഭം ഉണ്ടാവും ചെയ്യും. നമ്മൾ പണം ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പിരിമുറക്കം ഒഴിവാക്കി മനസ്സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ അതുണ്ടായത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞിട്ട് അവരെ ജീവിതചര്യകളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഡീക്ലറ്ററിന്റെ കാര്യമായാലും ശരി, വേസ്റ്റേജ് എങ്ങനെ ഒഴിവാക്കാം, നമ്മൾ ഫ്രീ ആകാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ ഉപയോഗപ്രദമായിട്ട് ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഇനി എന്താ ചെയ്യാ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹലോ ഹലോ, ആദിവ്യ മാം പറഞ്ഞു. ഹലോ, ഓഡിബിൾ ആണോ? നല്ലൊരു ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിന്റെ മുന്നോടിയായിട്ട് പിന്നെന്താ പറയാ, ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറഞ്ഞു കുറെ കാര്യങ്ങള്. നല്ല ക്ലാസ് ആയിരുന്നു സർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തന്നെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതെങ്ങനെയാ ചെയ്തു വരുമ്പോ നമുക്ക് കുറെ കാര്യങ്ങള് ക്ലാസ് കഴിഞ്ഞ് പിന്നെ കുറെ കാര്യങ്ങൾ ചെറുതായി അടുക്കി പറക്കിയൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ. സ്പെഷ്യലി എന്റെ മെയിലിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തോരം ചില സമയത്ത് നോക്കിയാലും കിട്ടില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാനായിട്ട് ഇതിന് സഹായിച്ചു എന്ന് വേണം പറയാൻ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. Thanks a lot. ഓക്കെ, താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഇനി വൈൻഡപ്പ് ചെയ്യാല്ലേ ടീം? അപ്പം നിങ്ങൾക്കറിയാം, ഹുസൈൻ സർ പറഞ്ഞു, സർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ളത്. ദുബായിലാണ്. സോ ടൈം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ടൈമിന്റെ വേരിയേഷൻ ആണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് നല്ലൊരു സെഷൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുള്ള ഹുസൈൻ സാറിന്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാ ടീം മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you all. Thank you very much. Thank you, Hussain sir. Thank you, Thank you sir. Thank you so much.